السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഖാലിഖായ റാസിഖായ അള്ളാഹു നമ്മെ അവന്റെ ഉത്തമരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഹറമിലെത്താൻ നമ്മെയും നമ്മുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നാം നേരത്തെ പറഞ്ഞു വന്നത് ജൂതന്മാരായ വിഭാഗത്തിന്റെ കള്ളക്കളികളാണ്. സത്യവിശ്വാസികളെ കാണുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസത്തിന് യാതൊരു ഇളക്കവുമില്ല എന്ന് പറയും. എന്നാൽ അവർ പരസ്പരം ചേർന്നാൽ പറയും, നീ എന്തിനാണ് നമുക്കുള്ള ഈ വിവരം, ഈ മനുഷ്യൻ കൊണ്ടുവന്ന ഈ പ്രസ്ഥാനം ശരിയാണെന്ന നമ്മുടെ വിവരം അവരോട് പറയുന്നത്? അത് പറഞ്ഞാൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മെ അവരെ പിടികൂടാൻ കാരണമാകില്ലേ? എന്ന് വെച്ചാൽ നാം അത് രഹസ്യമാക്കി വെക്കുകയാണെങ്കിൽ അള്ളാഹു അറിയില്ല എന്നല്ലേ അതിൽ നിന്ന് തിരിയുന്നത്? ഈ അർത്ഥത്തിനാണ് അവർ പറഞ്ഞത്. അത് സംബന്ധമായിട്ടാണ് ഇനി പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവലാ യഅലമൂന, അതല്ല ഈ ജൂതന്മാരായ വിഭാഗം അറിയുന്നില്ലേ? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല യഅലമു, അവൻ അറിയും, മാ യുസിറൂന, അവർ രഹസ്യമാക്കുന്നതിനെ, വമാ യുഅ്ലിനൂന, അവർ പരസ്യമാക്കുന്നതിനെയും. അള്ളാഹുവിന് രഹസ്യ പരസ്യം രണ്ടില്ല. എല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരസ്യം മാത്രമേ ഉള്ളൂ. ആര് എവിടെ ഒളിച്ചിരുന്നാലും ആര് എന്തെല്ലാം മൂടി വെച്ചാലും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തവരാണല്ലോ ഈ വേദത്തിന്റെ ആൾക്കാർ. അവർക്ക് കിതാബുണ്ട്, ഏടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഇതുപോലും അറിയാതിരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം താഴ്ചയാകുന്നു! വല്ലാത്തൊരു ഗതി തന്നെ. അത് അറിയാത്തത് കൊണ്ടാണല്ലോ അള്ളാഹു അറിയും, അതുകൊണ്ട് നിങ്ങൾ മൂടി വെച്ചോ, സംസാരിക്കരുത്, പുറത്തു പറയരുത് എന്ന് പറയുന്നത്. അപ്പൊ പുറത്തു പറഞ്ഞാൽ അള്ളാഹു അറിയും, പുറത്തു പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു അറിയില്ല എന്നല്ലേ അവരുടെ വിശ്വാസം? വല്ലാത്തൊരു വിശ്വാസം തന്നെ. وَمِنْهُمْ أُمِّيُّونَ لَا يَعْلَمُونَ الْكِتَابَ إِلَّا أَمَانِيَّ وَإِنْ هُمْ إِلَّا يَظُنُّونَ. وَمِنْهُمْ, അവരുടെ കൂട്ടത്തിലുണ്ട്, ഉമ്മിയൂന, യാതൊരു വിവരവുമില്ലാത്തവരുണ്ട്. അവരിങ്ങനെ വായിക്കും എന്നല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നില്ല. ഉമ്മി എന്നുള്ള പ്രയോഗം ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടവരെന്ന. ഉമ്മി എന്ന് തന്നെ ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടവർ. റസൂലുള്ളാഹിക്ക് ഒരു സിഫത്തുണ്ട്, ഉമ്മിയായ റസൂൽ. ഈ ഉമ്മി എന്ന സിഫത്ത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മാത്രം മദ്ഹാണ്, ബാക്കിയുള്ളവർക്ക് ആർക്കും മദ്ഹല്ല. എന്തുകൊണ്ട്? ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആർക്കും അത് മദ്ഹല്ല. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മദ്ഹാണ്. എന്തുകൊണ്ട്? റസൂലുള്ള ഉമ്മിയാണ് എന്ന് വെക്കുമ്പോഴാണ് ഈ ഖുർആനിന്റെ ബഹുമതി തിരിയുന്നത്. ഉമ്മിയായ, ഒരക്ഷരാഭ്യാസവും ഇല്ലാത്ത, ആരിൽ നിന്നും പഠിക്കാത്ത റസൂലുള്ള ഇത് വന്ന് ഓതി കേൾപ്പിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയെങ്കിൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ആണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണല്ലോ അത്. അപ്പൊ ഉമ്മി എന്ന വിശേഷണം റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നത് ഈമാനിന്റെ കടുകട്ടിക്ക് കാരണമാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മി എന്ന വിശേഷണം അത് താഴ്ചയാണ്. അവരുടെ കൂട്ടത്തിലുണ്ട് ഉമ്മിയൂന, ഒന്നും പഠിക്കാത്തവരുണ്ട്, ഇങ്ങനെ വായിക്കും, പക്ഷേ അതിന്റെ പൊരുള് മനസ്സിലാക്കാത്തവരാകുന്നു അവര്. ലാ യഅലമൂന, അവരറിയുന്നില്ല, അൽ കിതാബ, കിതാബിനെ അറിയുന്നില്ല. കിതാബ് അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പൊരുളോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതോ അതൊന്നും അവരറിയുന്നില്ല. പിന്നെ അറിയുന്നുണ്ട് ഇല്ല അമാനിയ, ചില ഊഹാപോഹങ്ങളല്ലാതെ, ചില തോന്നലുകളും ചില ഉറപ്പില്ലാത്ത കാര്യങ്ങളും കുറെ നുണകളും, ഇതൊക്കെയാണ് അവർക്ക് അത് സംബന്ധമായിട്ടുള്ള അറിവ്. അമാനിയ തന്നെ കെട്ടുകഥകൾക്ക് പറയും, ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് പറയും. ഇൻഹും, അവരല്ല, ഇല്ലാ യളുന്നൂന, ചില ഭാവനകൾ ഭാവിക്കുന്നവരല്ലാതെയല്ല. ചില കാര്യങ്ങളെ കുറിച്ച് ചില തോന്നലുകളും ചില കഷ്ടി ഉറപ്പുകളും ഇങ്ങനെയൊക്കെയാണ് അവർക്കുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉറപ്പല്ല. യഥാർത്ഥ ഉറപ്പിന് യഖീന് എന്ന് പറയും, ഈമാന് യഖീൻ.
ഇത് അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ശക്കിന്റെ നേരെ മേലെയുള്ളതാ. സംശയം രണ്ടു ഭാഗം സമാണ്. അതിന്റെ നേരെ മേലുള്ളതിനാണ് ലന്ന് നേരം എന്ന് വെച്ചാൽ വിശ്വസിക്കേണ്ട ക്രമത്തിൽ ഇപ്പോഴും അവർ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ? അവര് തൗറാത്ത് ഇങ്ങനെ ഇടക്കി തീർത്തും, എന്നിട്ട് അതുകൊണ്ട് അവര് ഇഹലോകം സമ്പാദിക്കും. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ ഗ്രന്ഥം എഴുതുന്ന പണിയാണ് ഇവർക്ക്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനാൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. ഫവൈലുൻ ഏറ്റവും വലിയ നാശം. വൈല് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടത്. ഒന്ന്, നരകത്തിലെ ഒരു പ്രത്യേകമായ സ്ഥലത്തിന് വൈലി എന്ന് പേരുണ്ട്. വൈലി എന്ന ചെരു. വൈലി എന്ന് പറഞ്ഞാൽ നാശത്തിലെ വലിയ നാശം, അങ്ങനെയും അർത്ഥമുണ്ട്. അപ്പൊ വൈലുൻ എല്ലാവിധ നാശവും ലില്ലദീന ഒരു വിഭാഗത്തിനാകുന്നു. എങ്ങനെയുള്ള വിഭാഗമാകുന്നു? യക്തുബൂന അവർ എഴുതുന്നു, അൽ കിതാബ കിതാബിനെ എഴുതുന്നു, ബി ഐദീഹിം അവരുടെ കരങ്ങളെ കൊണ്ട്. അള്ളാഹിന്റെ പേരിലാണ് എഴുതുന്നത്. അള്ളാഹിന്റെ കിതാബിലെ ചില ആയത്തുകളൊക്കെ മാറ്റിയിട്ട് അവരെ വകയായിട്ട് ചേർക്കുക. എന്നിട്ടോ സുമ്മ യഖൂലൂന ശേഷം അവർ പറയുന്നു, ഹാദ ഇത് മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാകുന്നു. എന്താപ്പോ അത്? അള്ളാഹുവിന്റെ പേരിൽ ഇവരെ എഴുതിണ്ടാക്കിയിട്ട് ഇത് അള്ളാഹുവിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിയശ്തറൂ ബിഹി അതുകൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി സമനൻ ഖലീലൻ തുച്ഛമായ വിലയെ. ഇതൊക്കെ പ്രചരിപ്പിച്ചാൽ അവർക്ക് കിട്ടുന്നത് ഭൗതികമായ നേട്ടങ്ങളാണ്. ഭൗതികമായ നേട്ടം എന്ന് പറഞ്ഞാൽ പരലോകത്തെ നേട്ടത്തിലേക്ക് ചേർത്താൽ എത്ര വലിയതാണ് ഇവിടെ നിന്ന് കിട്ടിയതെങ്കിലും അത് വളരെ നിസ്സാരമാണ്. സമനും കലീലാണ്, ചുരുങ്ങിയ വിലയാകുന്നു. വൈലും നാശമെന്ന നാശമെല്ലാം ലഹും അവർക്കാകുന്നു. അള്ളാഹുവിന്റെ പേരിൽ നുണ മറച്ചുണ്ടാക്കുന്ന, നുണ എഴുതിയുണ്ടാക്കുന്ന വിഭാഗത്തിനാകുന്നു. കാരണം മിമ്മ കത്തബത്ത് ഐദീഹിം അവരുടെ കരങ്ങൾ എഴുതിയതാണ് അതിന്റെ കാരണം. വൈലും എല്ലാവിധ നാശവും ലഹും അവർക്കാകുന്നു മിമ്മ യക്സിബൂൻ അവർ സമ്പാദിക്കുന്നതിൽ നിന്ന്. ഇങ്ങനെ എഴുതിയുണ്ടാക്കിയിട്ട് ജനങ്ങളിൽ അത് പ്രചരിപ്പിച്ചിട്ട് അവർ ഭൗതികമായ നേട്ടങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത്. ആ അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ നരകത്തിൽ കടക്കാൻ, നരകത്തിന്റെ കഠിനമേറിയ ശിക്ഷ ലഭിക്കാൻ കാരണമെങ്കിൽ വൈലുല്ലഹും അവർക്കാകുന്നു നാശം മിമ്മ യക്സിബൂൻ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ കാരണത്താൽ അവർക്ക് നരകമാകുന്നു. നരകത്തിലെ ഏറ്റവും കടുകടുത്ത ശിക്ഷയാകുന്നു അവർക്കുള്ളത്. വേറൊരു സംഭവം എന്താ? ഇവര് ഇത്തരം തെറ്റും കുറ്റമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നാശമാണ്, നരകമാണ് അവർക്കുള്ളത് എന്ന് പറയുമ്പോൾ അവർക്കൊരു പറച്ചിലുണ്ട്. ഞങ്ങൾ അങ്ങനെ നരകത്തിൽ കടക്കുന്നവരല്ല, അള്ളാഹുവിന്റെ ഇഷ്ടരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അള്ളാഹുവിനോട് വലിയ താല്പര്യം, അള്ളാഹുവിനെ അവിടുന്ന് അതിനേക്കാൾ ഇഷ്ടം കേട്ട് അങ്ങനെയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ കടക്കേണ്ടവരല്ല, കടക്കുകയുമില്ല. അഥവാ ഇനി കടക്കുന്നുവെങ്കിൽ തന്നെ അത് വളരെ ചുരുങ്ങിയ ദിവസം. അതായത് നേരത്തെ പറഞ്ഞു പോയ ചരിത്രത്തിലുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ യാത്രയിൽ സാമിരി എന്ന് പറയപ്പെടുന്ന ഒരു മൂസ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയതും ആ പശുക്കുട്ടിക്ക് ഒരു ഇബാദത്ത് ചെയ്തതുമായ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ആ ചുരുങ്ങിയ ദിവസങ്ങളുടെ കണക്കനുസരിച്ച് നരകത്തിൽ കടക്കേണ്ടി വന്നാൽ കടക്കുക എന്നല്ലാതെ സ്ഥിരമായ കടത്തമോ അങ്ങനെ കഠിനമായൊരു ശിക്ഷയോ അത് ഞങ്ങൾക്കില്ല എന്നാണ് ഇവരുടെ വീമ്പ് പറച്ചില്. അത് സംബന്ധമായിട്ടാണ് പറയുന്നത്. وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. വഖാലു ഈ ജൂതന്മാർ പറഞ്ഞു, ലൻ തമസ്സന ഞങ്ങളെ ഒരിക്കലും തൊടുകയില്ല, ബാധിക്കുകയില്ല, അന്നാറു നരകം ഞങ്ങളെ തൊടുകയില്ല. അഥവാ തൊട്ടാൽ തന്നെ ഇല്ല അയ്യാമം മാദൂദത്തൻ ചുരുങ്ങിയ എണ്ണപ്പെടുന്നതായ ദിവസങ്ങളിലല്ലാതെ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ഞങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വന്നാൽ തന്നെ കടക്കൂ. അതിന് കാരണതാണ് ചുരുങ്ങിയ ദിവസം ഞങ്ങൾ പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തു. അതൊരു തെറ്റ് തന്നെയാണ്. ആ കാരണം കൊണ്ട് കടക്കേണ്ടി വരികയാണെങ്കിൽ കടന്നു. ആ കടന്ന പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പൊരിഞ്ഞു വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ അതിൽ കഴിച്ചു കൂട്ടേണ്ടി വരൂ.
കുൽ നബിയെ തങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ ഈ പറച്ചിൽ കണ്ടാല് അത്ഭുതം തോന്നുന്നുണ്ടല്ലോ, ചോദിക്കൂ, അത്തഹത്തും അതല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്ദല്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ അഹിദൻ വല്ല എഗ്രിമെന്റും കരാറും ചെയ്തിട്ടുണ്ടോ? നിങ്ങളാണ്ട് ചെന്നാ മതി, അവിടുന്ന് അങ്ങോട്ട് ആകാശത്തേക്ക് കയറ്റാൻ, സ്വർഗത്തിലേക്ക് കയറ്റാന്ന് വല്ല കരാറും അല്ല ചെയ്തിട്ടുണ്ടോ? അള്ളാഹുമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത്തഹത്തും അതല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്ദല്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ ആഹിദൻ വല്ല കരാറിനെയും ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ കരാറിനെ ഉണ്ടാക്കിയ പക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫലൻ യുഖ്ലിഫല്ലാഹു, അല്ലാഹു തആല ലംഘിക്കുകയില്ല അഹദഹു, അല്ലാഹുവിന്റെ കരാറിനെ. അള്ളാഹു വളരെ മാന്യനാണ്. അള്ളാഹു കരാർ ചെയ്തല്ല, കരാർ ചെയ്തതുപോലെ തന്നെ ചെയ്യും, അതിന് ലംഘനം ഉണ്ടാവില്ല. അങ്ങനെ വല്ല കരാറും നിങ്ങൾ അള്ളാഹുമായിട്ട് ചെയ്തിട്ടുണ്ടോ? അതല്ല തഖൂലൂന, നിങ്ങൾ പറയുകയാണോ അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ മാലാ തഅലമൂന, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാനോ? ഇത് ഞങ്ങൾ നരകത്തിൽ കടക്കില്ല, കടന്നാൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് കൊണ്ട് തന്നെ ചാടും, കടക്കേണ്ടി വരില്ല, ഞങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഈ പറയണ്ടല്ലോ. ഇതൊക്കെ അള്ളാഹുവിന്റെ മേലെ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത് യാതൊരു വിവരമില്ലാത്ത പറച്ചിലാണല്ലോ. തഖൂലൂന, അതല്ല നിങ്ങൾ പറയുന്നുവോ അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ മാ ലാ തഅലമൂന, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണോ? ഇതൊരിക്കലും ശരിയല്ല. പിന്നെ നിങ്ങളെ പറ്റി പറയാ, നിങ്ങളെ പോലത്തവരെ പറ്റിയും പറയാം. ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ബല, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ പറഞ്ഞത് ചുരുങ്ങിയ ദിവസം അവിടെ കടക്കുന്നല്ലേ, അങ്ങനെയല്ല. മൻ കസബ സയ്യിഅതൻ, തെറ്റായ കാര്യത്തെ ആരെങ്കിലും ചെയ്താൽ, കുഫറാകുന്ന തെറ്റ് ആരെങ്കിലും ചെയ്തു, വഅഹാതത് ബിഹി, അവനെ വലയം ചെയ്യുകയും ചെയ്തു, ഖതീഅതുഹു, അവന്റെ ദോഷങ്ങൾ. അവൻ കുഫറിന്റെ ഉള്ളിലാണുള്ളത്, അപ്പോ കുഫർ അവനെ വലയം ചെയ്തു, അവന്റെ തെറ്റ്, ഏറ്റവും കഠിനമായ തെറ്റാകുന്ന കുഫർ അവനെ എല്ലാ ഭാഗത്തു നിന്നും ചുറ്റി അതിന്റെ ഉള്ളിലാണ് ഇപ്പോൾ അവനുള്ളത്. ഇങ്ങനെയുള്ള മനുഷ്യൻ ഫൗലായിക്ക, അത്തരത്തിലുള്ളവർ, അസ്ഹാബുന്നാരി, അവർ നരകത്തിന്റെ ആളുകളാകുന്നു, നരകനിവാസികളാകുന്നു അവർ. ഹും, അവർ ഫീഹ, നരകത്തിൽ, ഖാലിദൂന, എക്കാലത്തും താമസിക്കുന്നവരാകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടലൊന്നുമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല. അവർ ശാശ്വതമായിട്ട് അവസാനിക്കാത്ത കാലം അവർ നരകത്തിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടവരാകുന്നു. ഇതാണ് നിങ്ങളെ പറ്റിയുള്ള വിശേഷണം. നിങ്ങൾ തെറ്റ് ചെയ്യുന്നുള്ളൂ. ആ തെറ്റ് ചെയ്യുന്നെന്ന് മാത്രമല്ല, തെറ്റിന്റെ ഉള്ളിലായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയാണ് നിങ്ങൾ. അപ്പോ നിങ്ങളെ തെറ്റ് എല്ലാ ഭാഗത്തു നിന്നും വലയം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ തെറ്റ് ചെയ്യലല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അള്ളാഹുവിന്റെ കിതാബിനെ തിരുത്തി എഴുതിയവരാണ് നിങ്ങൾ. എന്നിട്ട് അതുകൊണ്ട് ഭൗതികമായ നേട്ടമുണ്ടാക്കുന്നവരാണ്. വിശ്വാസത്തിലാണെങ്കിലോ തെറ്റും കുറ്റുള്ളവരാണ്. നിങ്ങളുടെ കിതാബ് അനുസരിച്ച് വിശ്വസിക്കുകയാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി വന്നാൽ അത് അവിടെ മാറ്റിവെച്ചിട്ട് ഇതുകൊണ്ട് വിശ്വസിക്കണമെന്ന് നിങ്ങളുടെ കിതാബിലുണ്ട്. അപ്പൊ തെറ്റുകൾ മാത്രം ചെയ്തിട്ട് ആ തെറ്റിന്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന നിങ്ങളാണ്. അവരെ പറ്റി പറയാനുള്ളത് നരകത്തിന്റെ അവകാശികളാകുന്നു. ഹും, അവർ ഫീഹ, നരകത്തിലേക്ക് കടന്നിട്ട് ഇങ്ങനെ പുറത്തു കയറിക്കല്ല, ഖാലിദൂന, എക്കാലത്തും നരകത്തിൽ വസിക്കുന്നവരാകുന്നു. ഇതാണ് അവിശ്വാസികളായ ആളുകളുടെ മടക്കം, അവരുടെ സ്വഭാവം, അവർക്ക് ലഭിക്കാനുള്ള പ്രതിഫലം ഇതാകുന്നു. ഖുർആനിന്റെ ശൈലി അനുസരിച്ച് നരകനിവാസിയെ പറ്റി പറഞ്ഞാൽ സ്വർഗനിവാസിയെ പറ്റിയും പറയും. അതനുസരിച്ച് അടുത്ത ആയത്ത്, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നഹ ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന എന്നാൽ മറ്റൊരു വിഭാഗം. എങ്ങനെയുള്ള വിഭാഗമാകുന്നു? ആമനു, അവർ വിശ്വസിച്ചിരിക്കുന്നു, അമിലു, അവർ പ്രവർത്തിച്ചിരിക്കുന്നു, സ്വാലിഹാത്തി, നല്ല കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ എതിര്. നേരത്തെ പറഞ്ഞത് തെറ്റായ കാര്യം ചെയ്തു, ആ തെറ്റിലായിട്ട് തന്നെ കഴിഞ്ഞുകൂടുന്നു, എല്ലാ ഭാഗത്തു നിന്നും തെറ്റവനെ വലയം ചെയ്തിരിക്കുന്നു. ഇവരങ്ങനെയല്ല. ഇവർ വിശ്വസിച്ചു, നല്ല കറകളഞ്ഞ വിശ്വാസമാണ്, ഇളക്കിയാൽ ഇളകാത്ത വിശ്വാസം. എന്നിട്ടോ അമിലു, അവർ പ്രവർത്തിച്ചു, സ്വാലിഹാത്തി, നല്ല കാര്യങ്ങളെ പ്രവർത്തിച്ചു. ഇങ്ങനെയുള്ള വിഭാഗം. ഉലായിക്ക, അങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉള്ളവർ, അസ്ഹാബുൽ ജന്നത്തി, അവർ സ്വർഗനിവാസികളാകുന്നു, സ്വർഗത്തിന്റെ ആളുകളാകുന്നു. ഹും, അവർ ഫീഹ, ആ സ്വർഗത്തിൽ, ഖാലിദൂന, ശാശ്വതമായി വസിക്കുന്നവരാകുന്നു. കാലാകാലം, അവസാനിക്കാത്ത കാലം. ഒരിക്കലും ഈ സുഖത്തിൽ നിന്ന്, ഈ സൗകര്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരില്ല. അവരെന്നും ആ സ്വർഗമാകുന്ന സന്തോഷത്തിന്റെ ഭവനത്തിൽ ഖാലിദൂന, എക്കാലത്തും താമസിക്കുന്നവരാകുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹ,
അല്ലാഹുമ്മ ജഅൽനാ മിൻ ഖാലിദീന ഫിൽ ജന്നത്തി യാ റബ്ബൽ ആലമീൻ. ഇവരോട് എക്കാലത്തും അള്ളാഹു നല്ല നല്ല ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. കേൾക്കണം. وَإِذَا أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثم توليتم إلا قليلا منكم وأنتم معرضون. വൈദ് അഖദന, നാം പിടിച്ചതായ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊള്ളണം, മറക്കാൻ പാടില്ല. മീസാക്ക ബനീ ഇസ്രായേല, ബനു ഇസ്രായേലുമായിട്ടുള്ള കരാറിനെ, ബനു ഇസ്രായേലിനോട് ഉടമ്പടി സ്വീകരിച്ചൊരു സമയം നിങ്ങൾ ഓർത്തുകൊള്ളണം. എന്നിട്ടോ എന്തായിരുന്നു ആ കരാറ്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, തൗഹീദിന്റെ കാര്യമാകുന്നു. ലാ തഅബുദൂന, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, ഇല്ലല്ലാഹ, അല്ലാഹു അല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത്. രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. മറ്റൊന്ന്, അള്ളാഹു അല്ലാത്ത ആരെയും അതിൽ പങ്കു ചേർക്കരുത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, അള്ളാഹു അല്ലാത്ത ആർക്കും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാകുന്നു. അത് കഴിഞ്ഞാൽ വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. യഹ്സാനൻ, നല്ല ഗുണം ചെയ്യണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് അള്ളാഹുവോട്. അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ പിന്നീട് അവന്റെ കടപ്പാട് അവന്റെ മാതാപിതാക്കളോടാകുന്നു. തർബിയത്ത് നടത്തിയത് റബ്ബ് തആലയാകുന്നു, ഇവനെ സൃഷ്ടിച്ചതും ഇവനെ വളർത്തിയതുമൊക്കെ. എന്നാൽ ഇവന്റെ രണ്ടാമത്തെ ഒരു വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവന്റെ മാതാപിതാക്കളാകുന്നു. അള്ളാഹു അവന്റെ ഇബാദത്ത് ചെയ്യണം എന്നതിനോട് ചേർത്ത് പറഞ്ഞ കാര്യം മാതാപിതാക്കളുടെ കാര്യമാണ്. അതിന്റെ ഗൗരവമാണ് അത് അറിയിക്കുന്നത്. വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. യഹ്സാൻ എന്നൊരു ഗുണം ചെയ്യൽ, യാതൊരുവിധ പിശുക്കും കൂടാതെ, യാതൊരുവിധ ലുബ്ധതയും വീഴ്ചയും കൂടാതെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തേ പറ്റൂ. ഇവന്റെ കുഞ്ഞനാളിൽ ഇവനെ വളർത്തിയത്, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്, ഇവൻ ഇപ്പോൾ ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കാരണം ഈ മാതാപിതാക്കളുടെ പരിശ്രമം ഒന്ന് മാത്രമാണ്. അവർ ഉറങ്ങാൻ കൊതിച്ച രാത്രികൾ ഉണ്ടായിരുന്നു. രാത്രി സമയത്ത് ഇവൻ പിടഞ്ഞു കരയുമ്പോൾ രാവിലെ വരെ ഇവനെ താലോലിച്ചുകൊണ്ട് ഇവന്റെ സുഖം മാത്രം നോക്കിക്കൊണ്ട് രാത്രി മുഴുവൻ ഉറക്കം ആഗ്രഹിച്ച ദിവസങ്ങൾ എത്രയോ ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവന് രോഗം വരുന്ന സമയത്ത് അവരെ മറന്നുകൊണ്ട് ദുഃഖിച്ച ദിവസങ്ങളായിരുന്നു അത്. ചുരുക്കത്തിൽ ഇവൻ ജനിച്ചു വീണ അന്നു മുതൽ ഇവനെ ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ ഉമ്മാക്കുണ്ടായിരുന്ന വിഷമങ്ങൾ, ആ കുഞ്ഞ് ഗർഭാശയത്തിലെത്തിയ അന്നു മുതൽ തന്നെ അരുചി അനുഭവപ്പെട്ടു. ഭക്ഷണത്തിന് രുചിയില്ല, അവൾക്ക് കെടുക്കാൻ പോലും കഴിയുന്നില്ല, വളരെ വിഷമമായിരുന്നു. ചെരിഞ്ഞു കെടുക്കാനോ മലർന്നു കെടുക്കാനോ കമിഴ്ന്നു കെടുക്കാനോ കഴിയാതെ ശ്വാസം മുട്ടിക്കൊണ്ട് എത്രയോ രാത്രികൾ നേരം വെളുപ്പിച്ചത് ഈ ഉമ്മ വളരെ വിഷമിച്ചുകൊണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ പിതാവ്, മനസ്സ് വേദനിക്കുന്ന പിതാവ് വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവനെ പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ പിന്നീട് പുറം ലോകത്ത് വെച്ചിട്ടുള്ള ശുശ്രൂഷകളും ചികിത്സകളും ഇവനെ വളർത്തിയെടുക്കലും കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള മാതാപിതാക്കളായതുകൊണ്ട് വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇഹ്സാൻ എന്നൊരു ഗുണം ചെയ്യൽ എടുത്തു പറഞ്ഞാണത്. ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല, ഇഹ്സാനും മനസ്സിരുത്തി ഗുണം ചെയ്യുക തന്നെ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ കുടുംബാദികളൊക്കെ ഇല്ലേ, അവർ ചിലപ്പോൾ വിഷമം അനുഭവിക്കുന്നവരായിരിക്കും, അവർക്കും ഗുണം ചെയ്യണം. വദിൽ ഖുർബ, കുടുംബ ബന്ധമുടയവർക്ക് ഗുണം ചെയ്യണം. വൽ യതാമ, അനാഥകൾക്ക് ചെയ്യണം. വൽ മസാക്കീനി, അഗതികൾക്ക് ചെയ്യണം. ഗതിയില്ലാത്ത സാധുക്കൾ ഉണ്ടാവും. ഇവന് ഇപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ ഈ സമ്പത്ത് മുഴുവൻ ഇവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ഇവനിങ്ങനെ സുഖിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയതല്ല. മറ്റു പലരുടെയും കാര്യങ്ങൾ അള്ളാഹു ഇവന്റെ കരങ്ങളിലൂടെ നടത്തും.
അപ്പോൾ ഇവൻ അഗതികളുടെയും അനാഥകളുടെയും കുടുംബാദികളുടെയും കാര്യം ശ്രദ്ധിക്കേണ്ടവനാണ്. മറ്റുള്ളവരെ സഹായിച്ചാലേ അള്ളാഹു ഇവനെ സഹായിക്കൂ. അതുകൊണ്ട് ഇവർക്കൊക്കെ ഗുണം ചെയ്യണം. ഒന്ന് പറയട്ടെ, വഖൂലൂലിന്നാസി, എല്ലാ ജനങ്ങളോടും നിങ്ങൾ പറയൂ, ഹുസ്ന, നല്ലത് പറയൂ. നിങ്ങളുടെ നാക്ക് ഒരു 2-3 ഇഞ്ച് മാത്രമേ വലിപ്പമുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയും. ലോകത്ത് നടന്ന കുഴപ്പങ്ങൾക്കൊക്കെ മൂലകാരണം അത് നാക്കിൽ നിന്നാണ് ആരംഭിച്ചത്. അതുകൊണ്ട് നാവിനെ വളരെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ വഖൂലൂലിന്നാസി, എല്ലാ ജനങ്ങളോടും ഹുസ്ന, നല്ലത് സംസാരിക്കൂ. ഉള്ളതുപോലെ പറയുക. അതതിന്റെ ശൈലി അനുസരിച്ച് പറഞ്ഞാൽ ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കഴിയുന്നതും മയപ്പെടുത്തിക്കൊണ്ട് പറയുക. നല്ല ലീന്, മാർദ്ദവമായ സ്വഭാവത്തോടുകൂടെ ജനങ്ങളെ സമീപിക്കുക. ഒരു ദൈവപ്രവർത്തകന്റെ കടപ്പാടുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അള്ളാഹുവോടുള്ള കടപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞാൽ അവന്റെ മാതാപിതാക്കളോട്, അവന്റെ കുടുംബാദികളോട്, യതീമുകൾ ഉണ്ടാകും, അനാഥകൾ ഉണ്ടാകും, അഗതികളോട്. ഇതൊക്കെ നിർവഹിക്കുന്ന ഇവൻ പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് അവൻ ദയവാർത്തേണ്ടവനാണ്. ജനങ്ങളോട് നല്ലതുപോലെ പെരുമാറിയിട്ടില്ലെങ്കിൽ ജനങ്ങളെ ഇങ്ങോട്ട് കിട്ടുകയില്ല, ഒക്കെ ശത്രുക്കളായി മാറും. ഒരുവിധം ശത്രുത മുഴുവൻ ഈ നാക്ക് വാങ്ങുന്നതാണ്. നാക്കിന്റെ അധ്വാനപരമായിട്ട് കിട്ടുന്നതാണ് ശത്രുതയൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. വഖീമുസ്സലാത്ത, നിസ്കാരത്തെ നിലനിർത്തണം. നിസ്കരിക്കണമെന്നല്ല, നിസ്കാരത്തെ അതിന്റെ വൃത്തി അനുസരിച്ച് നിലനിർത്തണം. അതിനൊരു സമയമുണ്ട്. ആ തുടങ്ങുന്ന സമയം, അവസാനിക്കുന്ന സമയം, അതിന്റെ ഉള്ളിൽ തന്നെ അത് നിർവഹിക്കണം. അത് നിർവഹിക്കുന്ന സമയത്ത് അതിന് ചില ആദാബുകളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്, ചിട്ടകളുണ്ട്. അതനുസരിച്ച് തന്നെ ചെയ്യണം. നിസ്കാരം എന്ന് ആലോചിച്ച് നോക്കൂ. നല്ല ശുദ്ധിയോടുകൂടെ മാത്രമേ നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടുള്ളൂ. വലിയ ശുദ്ധിക്കാരന് നിസ്കരിക്കാൻ പാടില്ല, ചെറിയ ശുദ്ധിക്കാരന് നിസ്കരിക്കാൻ പാടില്ല. ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഏതെങ്കിലും സ്ഥലത്ത് നജസുണ്ടെങ്കിൽ ആ നിസ്കാരം സഹിയാവുകയില്ല. ഖിബലയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണം. പടിഞ്ഞാറുന്നില്ല, ഖിബലയുടെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണം. അവൻ അവരത്തിന്റെ ഭാഗങ്ങളൊക്കെ മറച്ചിരിക്കണം. ഇങ്ങനെ നിശ്ചിതമായ ഉപാധികളൊക്കെ ഒത്തിണങ്ങിയ ഒരു മഹത്തായ ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരം ഒരു ദിവസത്തിൽ 5 വട്ടം നിർവഹിച്ചേ പറ്റൂ. നിസ്കരിക്കാൻ ഒരുത്തന്റെ സൗകര്യമില്ലെങ്കിൽ ഈ ഭൂമി ലോകത്ത് വസിക്കാൻ അവന് അവകാശമില്ല. അള്ളാഹുവിന്റെ കൽപ്പന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. വഖീമുസ്സലാത്ത, നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തൂ. അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹസ്സലയാണ്. വാത്തു സക്കാത്ത, സക്കാത്തിനെ നിങ്ങൾ കൊടുത്തുവിട്ടു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധദാനം. നിങ്ങളുടെ സമ്പത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ സക്കാത്ത് നിങ്ങൾ സാധുക്കൾക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാകുന്നു. അവരുടെ സ്വത്ത് നിങ്ങളുടെ സ്വത്തോടുകൂടെ ഇങ്ങനെ കലർന്നു കിടക്കുകയാണ്. അത് കൊടുത്തു വീട്ടിയാലേ നിങ്ങളുടേത് ശുദ്ധമാകൂ. അതുകൊണ്ട് വാത്തു സക്കാത്ത, സക്കാത്തിനെ കൊടുത്തു വീട്ടണം. അതിൽ യാതൊരുവിധ പിശുക്കും കാണിക്കരുത്. സക്കാത്ത് കൊടുക്കാത്തവന്റെ പരലോകത്ത് കഠോരമായ ശിക്ഷയാണുള്ളത്. ഇഹലോകത്തിലും ശിക്ഷയുണ്ട്. പക്ഷെ അതിന്റെ നിയമം അനുസരിച്ച് അതിന്റെ ഭരണാധികാരിക്ക് അത് ചെയ്യാൻ കഴിയും. അത് വേറെ. സുമ്മ തവല്ലയിത്തും, ഇങ്ങനൊക്കെ ബനു ഇസ്രായേലിനോട് കരാറ് ചെയ്തിട്ട് അവർ ചെയ്തത്. സുമ്മ തവല്ലയിത്തും, പിന്നെ നിങ്ങൾ പിന്തിരിയുകയാണ് ചെയ്തത്. ഇത്ര നല്ല ഉപദേശം നിർദ്ദേശമൊക്കെ ചെയ്തു, എന്നിട്ട് സുമ്മ തവല്ലയിത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു. ഇല്ലാ ഖലീലൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ചുരുക്കം ആൾക്കാരൊഴികെ. ചുരുക്കം ചില ആൾക്കാരൊക്കെ നല്ലവരായിട്ട് ഈ പറഞ്ഞ കൽപ്പനകളൊക്കെ നിലനിർത്തിയിട്ട് പോന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും തന്നെ അത് സ്വീകരിക്കാതെ അതിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത്. ദീനിന്റെ കാര്യങ്ങൾ, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ അത് നിർവഹിക്കാൻ തയ്യാറായില്ല. ഇല്ല ഖലീലൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ചുരുക്കം ആളുകളല്ലാതെ. അന്തും മുഅ്രിദൂന, നിങ്ങൾ മുഅ്രിദുകളാകുന്നു. പിന്തിരിയലാണ് നിങ്ങളുടെ സ്വഭാവം തന്നെ. ഏത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും കരാറ് ചെയ്താലും അതിൽ നിന്നൊക്കെ ഒരു പിന്മാറ്റം നിങ്ങളുടെ നേരത്തെ മുതലേ ഉള്ള സ്വഭാവമാണ്. അത് ഈ കാര്യത്തിലും നിലനിർത്തി. ഇങ്ങനെയാണ് അവരുണ്ടായത്. അപ്പൊ ബനു ഇസ്രായേലിന് ആവശ്യമായ കരാറുകളും നിർദ്ദേശങ്ങളും ഒക്കെ അതാത് സമയത്ത് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ എപ്പോഴും ലംഘിക്കലാണ് അവരുടെ പണിയുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ആക്ഷേപമാണ് ലഭിച്ചത്. അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഇപ്പൊ വൈലുല്ലില്ലദീന എന്ന് തുടങ്ങിയിട്ട് പറഞ്ഞത്. അർഹമുർ-റാഹിമായ അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാനും അവന്റെ നല്ല പ്രതിഫലം കരസ്ഥമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ.
ആമീൻ റബ്ബൽ ആലമീൻ.